ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ബ്രൊക്കോളി വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. ബ്രൊക്കോളി റോസ്റ്റ്. നല്ല ടേസ്റ്റാണ് ഈ ബ്രൊക്കോളി റോസ്റ്റ് കഴിക്കാനായിട്ട്. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു 250 ഗ്രാം വലിപ്പമുള്ള ഒരു ബ്രൊക്കോളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കോളിഫ്ലവർ പോലെയാണ് ഇരിക്കുക. അത് ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുക്കാം. അടർത്തിയെടുത്തിട്ട് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഇതെല്ലാം ഒന്നിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കോളിഫ്ലവറൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതും ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞപ്പം ഫ്ലെയിം ഓഫാക്കി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബ്രൊക്കോളി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് എടുത്താൽ മതി. ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബ്രൊക്കോളി ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷമാണ് ഇട്ടത്. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ കോരി എടുത്തിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്കാണ് ഞാനിപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, അധികം എരിവില്ലാത്തതാണ്. പിന്നെ ഒരു ചെറിയ സബോളയും ഒരു നല്ല പഴുത്ത തക്കാളിയും ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് നല്ലതുപോലെ വഴന്നു വരുമ്പം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതുമാണ് ചേർക്കുന്നത്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത് ചേർക്കുകയാണ് നല്ലത്. ഇനി നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളകിന് പകരം മറ്റേ മുളക് പൊടി ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി ഇട്ട ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബ്രൊക്കോളി ഏകദേശം നമ്മൾ ആ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചപ്പോൾ തന്നെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടി വെന്താൽ മതി. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട. ഇത് ഒരു നല്ലതുപോലെ ഗ്രേവി വേണം എന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ബ്രൊക്കോളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. നല്ല ടേസ്റ്റാണ് ഈ ബ്രൊക്കോളി റോസ്റ്റ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ലൊരു കോമ്പിനേഷനാണ് ബ്രൊക്കോളി റോസ്റ്റ്. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ കൂട്ടാനും നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്